ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. പിന്നെ തേസേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ഡിന്നറിന് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കപ്പിച്ചിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ഒരു പ്ലാൻസും ഇല്ല. ഇന്നലെ രാത്രി ഞങ്ങൾ പോയി ഡിന്നർ കഴിച്ചു, ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. Gulsu, it is Acha's birthday. What do you have to say to Acha? ശരി, ഓക്കെ. ആദ്യം ഈ എല്ലാം മാറ്റുക, പിന്നെ ഈ മണ്ണൊക്കെ മാറ്റുക, എന്നിട്ട് ഐസ്ക്രീം കഴിക്കും. അമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഈ മണ്ണും? തേസേട്ടൻ്റെ നാള് ആഘോഷിച്ചത് തേസേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ക്യൂട്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്തു. ചേച്ചിയും ബാനുവും സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്ത കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തേസേട്ടൻ്റെ പിറന്നാൾ നമ്മൾ ശാസ്ത്രനടയിലാണ് ആഘോഷിച്ചത്. ഇന്ന് ഒരു സെലിബ്രേഷൻ പ്ലാനും ഇല്ല, ഒന്നുമില്ല. കാരണം ഗുൽസു ഉള്ളതുകൊണ്ട് എനിക്ക് പ്ലാൻ ചെയ്യാനൊരു കുറച്ച് പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യും. ഗുൽസു കരഞ്ഞാലോ എന്നുള്ള ടെൻഷനുണ്ട്. ഞാനൊന്നും ഈ ഡേക്ക് പ്ലാൻ ചെയ്തില്ല. സോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വളരെ മിനിമലായിട്ട് നമ്മളൊരു ദിവസം കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ മേ ബി ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തോന്നാം, പക്ഷേ ഇത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തേസേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ നമ്മുടെ സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് റോസസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് രാവിലെ വിഷ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ കാര്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഞാൻ ആക്ച്വലി ഫ്ലവേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഫ്ലവേഴ്സ്. ഇപ്പോൾ തേസേട്ടൻ കുളിച്ചും നല്ല ഉറക്കമാണ്. തേസേട്ടൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഈ ഫ്ലവേഴ്സ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വന്നിരിക്കണം. നല്ല നീറ്റ്ലി ബ്രില്യൻ്റ്ലി പാക്ഡ് എന്ന് വേണം പറയാൻ കേട്ടോ. എനിക്ക് മുന്നേ ബൊക്കെ ഉണ്ടാക്കിയ ശീലമൊന്നുമില്ല, എന്നാലും ട്രൈ ചെയ്യാം. ബില്ല് തിരക്കേണ്ടില്ലാണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. Happy birthday. Happy birthday. ഗുൽസു എണീറ്റ്. അച്ഛയുടെ ബർത്ത്ഡേ ആണ് ഗുൽസു. അച്ഛയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഇവിടെ ഒരാൾ കുളിക്കാൻ വേണ്ടി റെഡിയായി കിടക്കുന്നുണ്ട്. നമുക്കപ്പോൾ കുളിപ്പിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ ഗുൽസുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം ഇല്ലേ, ഗുൽസുവിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് റെഡിയാവാൻ വളരെ കുറവ് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഷടപടയെന്നൊക്കെ റെഡിയാവാൻ പഠിച്ചു എന്ന് വേണം പറയാം. അപ്പം ഞങ്ങളിപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോകുന്നത് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ്. പുറത്ത് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ 10 മണിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ മറക്കാതെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ഒരുപാട് ഫാൻസ് ഉണ്ട്. സോ ഐ എം യൂസിങ് ദാറ്റ് സൺസ്ക്രീൻ ടുഡേ. ഇത് SPF 50 ആണ്, PA++++ ഫോർമുലേഷൻ ആണ്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. എൻ്റെ പോലത്തെ ഡ്രൈ സ്കിന്നുകൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ആ ചില സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ വൈറ്റ് കാസ്റ്റും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ആകുമ്പോൾ അവിടെയും ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് പോലെയൊക്കെ നിൽക്കും. പക്ഷെ ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് ആണ്, ഗ്രീസി ആയിട്ടൊന്നും നിൽക്കില്ല, സ്മൂത്ത് ആയിട്ട് ഒരു സോഫ്റ്റ് ആൻഡ് ഗ്ലോയി സ്കിൻ ലുക്കാണ് നമുക്ക് തരിക ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. എൻ്റെ മുഖത്തൊക്കെ നല്ല കുരു വന്നു, പ്രഗ്നൻസിക്ക് ശേഷം കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെയാണിത്. പക്ഷെ അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുന്നു. കഴുത്തിലും ഇടാൻ മറക്കരുത്, കാരണം അവസാനം ചെവിയിലും വേണമെങ്കിൽ കുറച്ചിട്ടുള്ളൂ, അകത്തല്ല പുറത്ത്. ഞാൻ ചെവിയിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട്, കാരണം അല്ലെങ്കിൽ നമ്മുടെ മുഖവും ചെവിയൊക്കെ 2 കളറായിട്ടിരിക്കും. അപ്പം എനിവേസ് സൺസ്ക്രീൻ ഇട്ടു. അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. ഡെർമാക്കോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 20% ഓഫർ കിട്ടും. യു ക്യാൻ യൂസ് മൈ കോഡ് മാളവിക2025, അല്ലെങ്കിൽ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളിൽ ഇത് അവൈലബിൾ ആണ്. Each time we order something from the Dermaco's website, ആ ഓർഡർ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിട്ട് ലിങ്ക്ഡ് ആവുകയാണ് along with the ഭൂമി ഫൗണ്ടേഷൻ. അപ്പം ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇടണം. ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് വേഗം എവിടെ പോവാം? ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ഗുൽസൂം ടെസ്റ്റ് ഡ്രൈവിന് വരുന്നുണ്ട്. ഗുൽസൂന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വണ്ടി അല്ലടാ. സോ നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വരാം. പോവാ ഗുൽസൂ? ഞങ്ങളങ്ങനെ ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ ഗുൽസുവിന് പുതിയൊരു പ്ലേ മാറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ ഗുൽസു കുറച്ച് നേരം കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഇതാ ഗുൽസുവിൻ്റെ പ്ലേ മാറ്റ്. അതുപോലെ ഗുൽസുവിന് കളിക്കാൻ ഇപ്പോൾ കളിക്കാൻ മീൻസ് നോക്കിയിരിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. ഇതൊരു ക്ലോത്തിലുള്ളൊരു ഇതാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് അതിലിങ്ങനെ പല സൗണ്ടുകളൊക്കെ ഉണ്ട്, ചെറിയ റാറ്റിൽ, പിന്നെ ഈ പി സൗണ്ടും അങ്ങനൊരു ഇത് ഗുൽസു ഇപ്പോൾ കാർ സീറ്റിലും ഇത് വെച്ചു കൊടുത്തത് ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിഷ്ടമാണ് ആൾക്ക്. കണ്ടോ? ഹലോ 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 ഞാനത് കൈകൊണ്ട് തയ്യാറാക്കി തേസേറിന് പിറന്നാളല്ല ഡേറ്റ് ഓഫ് ബർത്തിന് ഉണ്ടാക്കിയ സദ്യ പാക്ക് ചെയ്ത് കൈകൊണ്ട് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിളമ്പാൻ പോവാ, പാഴ്സലാക്കി വാങ്ങിച്ച് വിളമ്പാൻ പോവാ. അമ്മയുടെ കള്ളത്തരൊന്നും കണ്ട് പഠിക്കല്ലേ ഗുൽസു. ഇഷ്ടപ്പെട്ടില്ല. ചോറ്, ഉപ്പേരികൾ, പപ്പടം, പഴം, പുളിയിഞ്ചി, അച്ചാറ്, മോര്, പാൽപ്പായസം, പരിപ്പ് പായസം, ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരു പാത്രത്തിൽ കൈയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, മടി. ഇനി പ്ലേറ്റൊക്കെ എടുത്ത് ഇതെല്ലാം വിളമ്പി കഴിക്കുമ്പോഴേക്കും മടി. നമ്മൾ രണ്ടുപേരും ഒരു ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച വീടിന്റെ അവസ്ഥ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഭയങ്കരമായിരിക്കും. ഗുൽസുവിനെ നമ്മൾ കണ്ണിന്റെ കാണുന്ന അവിടെ കണ്ണിന്റെ വീക്ഷണ കോണകത്ത് ആ കോണിലെത്തി ഞങ്ങൾ കഴിക്കാൻ പോകണം. ലഞ്ചിന് ശേഷം മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾ ചെയ്ത് നമ്മുടെ ലിവിങ് റൂമിലിരുന്ന് TV കാണുക. അങ്ങനെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരമാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാമെന്നൊരു പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് പ്ലാൻ ഉണ്ടായത്. അങ്ങനെ നമ്മൾ വൈപ്പിൻ ബീച്ചിൽ പോയി. ഗുൽസുവിന് ഇതുവരെ കടലിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. നമുക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ക്രൗഡിലേക്ക് കൊണ്ടുപോകാൻ. സോ നമ്മൾ തിരക്കില്ലാത്തൊരു സൈഡിലേക്ക് മാറി നിന്ന് ഗുൽസുവിൻ്റെ ചെവിയൊക്കെ പ്രോപ്പർലി, ചെവി കൈ കാലെല്ലാം കവേർഡല്ലേ നോക്കി നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. ഈ ആകാശത്ത് ഇത്രയും കൈറ്റ്സ് ഇങ്ങനെ പറക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗ്ലിറ്ററി കൈറ്റ്സ്, ശരിക്കൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ കൈറ്റാണ് ഏറ്റവും ഹൈയസ്റ്റ് പൊട്ടി. ഇത് ഏതോ ഉണ്ട് കാണാൻ പോയി. നമുക്ക് വിട്ട് കളയണ്ട, ഏതെങ്കിലും കുട്ടിക്ക് കൊടുക്കാം. ഒരുപാട് മേളിൽ പോയി. അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഇതാരീ കിടക്കുന്നേ? ഇതാരിത്? അമ്മ പോയോ? ആരുമില്ലേ ഫുഡ് തരാനായിട്ട്?
ഒറ്റയ്ക്ക് കിടക്കണോ? അയ്യോ, എന്ത് ഇനി? ബീച്ചിൽ പോയണ്ടാണോ ബീച്ച് ഡ്രസ്സും കപ്പലും ഒക്കെ ഇട്ടത്? ആണോ? ബോറടിക്കുന്ന എന്നാ ഉറങ്ങിക്ക്. ഓഹോ, അയ്യോ. ഗുൽസൂന് ഇങ്ങനെ പുറത്ത് കാഴ്ചയും കണ്ട് നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. ആണോ? ഞാൻ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗുൽസൂനെ എടുക്കും, അപ്പോൾ തേസയുടെ പോയി സ്റ്റാർട്ടേഴ്സ് കഴിക്കും. അങ്ങനെ ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾ ഗുൽസൂനെ എടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഗുൽസു അമ്മ ഇത് കഴിച്ചോട്ടെ. ഗുൽസു അമ്മ ഇത് കഴിച്ചോട്ടെ. ഗുൽസു കഴിച്ചോട്ടെ. പീസ കഴിക്കണ്ട. ശരിക്കും അമ്മ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോകുന്നത്. അപ്പോൾ ഗുൽസുവിനെ മാനേജ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പോവാം. പോവാ ഗുൽസു. അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇവിടെ ടീനിരിക്കുകയാണോ ഒഫീഷ്യലി. How was your birthday? ആ ഗുൽസുവിന് ഇഷ്ടപ്പെട്ടു. How was your birthday? It was nice. Nice. ഗുൽസുവിന് ഇഷ്ടായോ? ഇഷ്ടായി. പോണ്ടാന്ന്. ബർത്ത്ഡേ ഒക്കെ വളരെ മിനിമലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തേസേട്ടൻ. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. ആൾ ഹാപ്പി ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളും ഹാപ്പി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.